അപ്പോൾ Reno6നെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 30,000 രൂപയൊക്കെ കൊടുത്ത് ഇത് വാങ്ങാനുള്ള സാധനം ഇതുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നേ ഞാൻ പറയുള്ളൂ. കാരണം അതുകൊണ്ടാണല്ലോ 30,000 രൂപയിൽ നിന്നും 25,000-ലേക്ക് പെട്ടെന്ന് തന്നെ ഇത് ഇടിഞ്ഞു വീണത്. പിന്നെ ഇടിഞ്ഞു വീണതിൽ അത്ര അത്ഭുതമൊന്നുമില്ല, കാരണം ഓപ്പോ അല്ലേ, പുതിയത് മേടിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്കും അടുത്ത മോഡൽ ഇറങ്ങിയിട്ടുണ്ടാവും. പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലുക്ക് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്, എല്ലാവരും വീണ് പോകും. ലുക്ക് മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ലല്ലോ, പെർഫോമൻസും കൂടെ വേണ്ടേ. അത് മാത്രമല്ല ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഈ ഓപ്പോ മാമൻ നന്നായിട്ട് വെളുപ്പിച്ച് വരും. അപ്പൊ പിന്നെ സ്വന്തം ഗ്ലാമർ ഒക്കെ ഇരുന്നാൽ പോരെ. പിന്നെ അടുത്തൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് സുന്ദരമായിട്ട് ഹാങ് ആയി പോകും. കാരണം 8GB റാം ഉണ്ടല്ലോ, വേണേൽ 12GB വരെ എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ പിന്നെ ഹാങ് ആവുന്നതിൽ അത്ഭുതമല്ല. റിവ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ കൂരിത്തിരിച്ചു പോകും, പക്ഷേ വാങ്ങിപ്പെടുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഇനി ഇതിന്റെ ഡിസൈനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വളരെ എൻറ്റേർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ കോൺസെപ്റ്റ് ആണ് ഇവർ കൊടുത്തിരിക്കുന്നത്. നോർമൽ ഗ്ലാസ് അല്ല, മറിച്ച് ഡയമണ്ട് ഷേപ്പുള്ള ഒരു കട്ടിങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 7.59 mm ആണ്. 182 ഗ്രാം ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. 65 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറാണ് കൂടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ക്യാമറയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 64 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയാണ്, 8 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറ, 2 മെഗാ പിക്സലിന്റെ മൈക്രോ സെൻസർ, ഫ്രണ്ട് ക്യാമറ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ പഞ്ചോളിനകത്താണ് ഇതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് അലൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ എനിക്ക് തോന്നിയ വേറൊരു കാര്യം, ഓപ്പോ Reno2Fന്റെ അത്രക്ക് ഫ്രണ്ട് ക്യാമറ പെർഫെക്റ്റ് അല്ല എന്നുള്ളതാണ്. പിന്നെ അവർ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലും ബാക്കിലുള്ള ക്യാമറയിൽ ബോക്കെ ഫ്ലെയർ പോർട്രേറ്റ് എഫക്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഒബ്ജക്റ്റാണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ എഡ്ജൊന്നും കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് പവർ ബട്ടൺ കൊടുത്തിരിക്കുന്നത്. ടോപ്പ് സൈഡിൽ നോയിസ് ക്യാൻസലേഷൻ മൈക്രോഫോൺ, ലെഫ്റ്റ് സൈഡിലായിട്ട് വോളിയം ബട്ടൺ, ഏറ്റവും താഴെ സിം ട്രേ, മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് സി പോർട്ട്, തൊട്ടടുത്തായിട്ട് സ്പീക്കർ ഗ്രിൽ. അതേപോലെ തന്നെ ഡുവൽ സിം ആണ്, പക്ഷേ മെമ്മറി കാർഡിന്റെ ഓപ്ഷൻ ഇല്ല. അതൊരു നെഗറ്റീവ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം 128GB മാത്രമാണ് ഇതിന്റെ ഇന്റേണൽ മെമ്മറി വരുന്നത്. അപ്പൊ നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഫോൺ മെമ്മറി നിറയുന്ന ഒരു അവസ്ഥ വരും. കാരണം ഓരോ ഫോട്ടോസും 4 MB മുകളിൽ വരുന്നുണ്ട്. അപ്പൊ ഇനി ഇതിന്റെ ഡിസ്പ്ലേയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 6.5 ഇഞ്ച് വരുന്ന AMOLED ഡിസ്പ്ലേ ആണ്. 93.4% സ്ക്രീൻ ടു ബോഡി റേഷ്യോ, അതേപോലെ തന്നെ 90 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ്, HDR10 സർട്ടിഫിക്കേഷൻ. സോ വിഷ്വൽ ക്വാളിറ്റിക്ക് നല്ല രീതിയിൽ തന്നെ കാണാൻ പറ്റും. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആണ് വരുന്നത്. അതേപോലെ തന്നെ ഫേസ് ലോക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിന്റെ പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ MediaTekന്റെ Dimensity 900 എന്ന പ്രൊസസ്സറാണ്. ColorOS 11.3, ആൻഡ്രോയിഡ് 11 ബേസ്ഡ് ആണ്. ക്യാമറയിലേക്ക് വീണ്ടും വന്നു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ച ആ ഒരു ക്വാളിറ്റി വീഡിയോയിലൊന്നും എനിക്ക് കിട്ടിയില്ല. ഓവറോൾ എനിക്ക് പേഴ്സണലി അത്രക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല. സോ നിങ്ങളുടെ ഒരു അഭിപ്രായം നിങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക.